ആര്യനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾ കാത്തുനിൽക്കുമ്പോഴാണ് അവധിയെടുത്ത് നെൽസൺ ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയത്. സർക്കാർ ഡോക്ടർമാർക്ക് താമസ സ്ഥലത്ത് മാത്രമേ രോഗികളെ പരിശോധിക്കാൻ അനുമതിയുള്ളൂ. ഫാർമസി, ലാബ് എന്നിവയോട് ചേർന്നും ജോലി ചെയ്യുന്ന ആശുപത്രിക്ക് സമീപവും സ്വകാര്യ പ്രാക്ടീസ് നടത്താൻ അനുമതിയില്ല. നിയമങ്ങൾക്കെല്ലാം പുല്ലുവില കൽപ്പിച്ച് പണം കൊയ്യുന്ന ഡോക്ടർ നെൽസണിനെ മാതൃഭൂമി ന്യൂസ് തുറന്നുകാട്ടി. എഴുതുന്ന മരുന്നിന്റെ കമ്മീഷൻ സ്വന്തമാക്കാനുള്ള ഡോക്ടറുടെ നീക്കവും പുറത്തായി. ഒരേ രോഗലക്ഷണങ്ങൾ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ എഴുതിയ കുറിപ്പടി പ്രകാരം മരുന്നിന് 95 രൂപ മാത്രം. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ പുറത്ത് കൺസൾട്ട് ചെയ്ത് എഴുതിയ മരുന്നിന്റെ വിലകൾ 500 രൂപയാണ്. 4 മരുന്നുണ്ട്. വാസ്തവം തുറന്നുകാട്ടിയ മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ ഒടുവിൽ മന്ത്രിയുടെ ഇടപെടൽ. മാതൃഭൂമി ന്യൂസ് ഇമ്പാക്ട് വാർത്തയിലേക്ക്. തിരുവനന്തപുരം ആര്യനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ഡി നെൽസനെ സസ്പെൻഡ് ചെയ്തു. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. കാരണം ഇതുപോലെ പല തരത്തിൽ ഉള്ള ഡോക്ടർമാർക്കെതിരെ സ്വകാര്യ പ്രാക്ടീസ് നിയമം ലംഘിച്ചുകൊണ്ട് നടത്തുന്നവർക്കെതിരെയൊക്കെ മുമ്പും ഇത്തരത്തിൽ അന്വേഷണവും നടപടിയൊക്കെ കണ്ടിട്ടുണ്ട്. അച്ചടക്ക നടപടിക്കും തുടർ അന്വേഷണത്തിനുമാണ് മന്ത്രിയുടെ നിർദ്ദേശം. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ രോഗികളെ വലയ്ക്കുന്ന ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിന് തടയിടാൻ സമഗ്രമായ അന്വേഷണമാണ് വേണ്ടത്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.